നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. ഐക്യമത്യം മഹാബലം മരങ്ങൊഴിയുന്നു. കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ ഗ്രൂപ്പ് ഫാമിംഗിന്റെ താളം തെറ്റുന്നത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാവും. നിയമനം ആവശ്യപ്പെട്ട ഭൂമിയിലെ മാലാഖമാർ. PSC നിയമനം ആവശ്യപ്പെട്ട സമരത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നഴ്സുമാരാണ് DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാം വിദ്ധിം ജനകാത്മജ രാമം വിദ്ധിം ദശരഥ അയോധ്യ അടവിം വിദ്ധി. മലയാളികൾ രാമായണ മാസാചരണത്തിലേക്ക്. തൊഴിലുറപ്പെന്ന കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ്. INTUC നേതൃത്വത്തിൽ തൊഴിലാളികൾ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. കൂട്ടായ്മയുടെ താളം തെറ്റുന്നു. കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ ഗ്രൂപ്പ് ഫാമിംഗ് തകിടം മറിയുന്നത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാവും. 2 പതിറ്റാണ്ട് മുമ്പ് കുട്ടനാട്ടിൽ നടപ്പാക്കിയ ഗ്രൂപ്പ് ഫാമിംഗിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതും പുറം ബണ്ടുകളുടെ ബലക്ഷയവും കുട്ടനാടൻ കാർഷിക മേഖലയെ സാരമായി ബാധിക്കും. യഥാസമയത്ത് നെല്ല് സംഭരണ വില ലഭിക്കാതിരുന്നതും രണ്ടാം കൃഷിക്ക് പമ്പിംഗ് ആരംഭിക്കുവാനുള്ള വൈദ്യുതി കണക്ഷൻ ലഭിക്കുവാനുണ്ടായ കാലതാമസവുമൊക്കെ തന്നെ കുട്ടനാട്ടിലെ രണ്ടാം കൃഷിയെ സാരമായി ബാധിച്ചു. പമ്പിംഗ് സബ്സിഡിയിൽ തുടരുന്ന അനിശ്ചിതത്വവും കാലവർഷം എത്തിയതോടെ ഉണ്ടായ വൈദ്യുതി തടസ്സങ്ങളും പ്രഖ്യാപിത പവർകട്ടുകളും കൃഷിക്ക് തിരിച്ചടിയായി. വിത്തിന്റെ ലഭ്യതക്കുറവും ഗുണമേന്മയില്ലായ്മയും കൃഷി വൈകുന്നതിനും ഒറ്റപ്പെട്ട കൃഷി ഇറക്കുന്നതിനുമുള്ള കാരണമായും മാറി. വ്യത്യസ്ത സമയങ്ങളിൽ കൃഷി ഇറക്കുകയും വിവിധതരം വിത്തുകളും വളപ്രയോഗങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചായിരുന്നു 2 പതിറ്റാണ്ട് മുൻപ് വരെ കുട്ടനാട്ടിൽ കൃഷി ഇറക്കിയിരുന്നത്. പല തട്ടുകളായി കൃഷി ഇറക്കിയിരുന്നതിനാൽ പാടശേഖരങ്ങളിൽ വെള്ളം വറ്റിക്കുന്നതും കീടനാശിനി പ്രയോഗം നടത്തുന്നതും പല സമയങ്ങളിലുമായിരുന്നു. നെല്ലിന്റെ വിൽപ്പനയെയും ഇത് സാരമായി ബാധിച്ചിരുന്നു. വിളവെടുപ്പ് പല സമയങ്ങളിലായതിനാൽ സപ്ലൈകോ നെല്ലെടുക്കുവാൻ വിസമ്മതിച്ചതും തുടർന്ന് നെല്ല് കിളിർത്തുപോയതുമായ സംഭവങ്ങളും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഓരോ കർഷകനും വരമ്പ് നിർമ്മിച്ച് ചെറുനിലങ്ങളാക്കി ചക്രം വെച്ച് വെള്ളം വാച്ചാൽ തോട്ടിലേക്ക് തള്ളുകയും അവിടെ നിന്ന് വലിയ ചക്രം വെച്ച് നദികളിലേക്ക് ഒഴുക്കിവിടുകയുമായിരുന്നു പതിവ്. ഒരു കർഷകന് വെള്ളം ആവശ്യമുള്ളപ്പോൾ മറ്റൊരു കർഷകന് ജലത്തിന്റെ ആവശ്യമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇതേ ചൊല്ലി സംഘർഷവും പതിവായിരുന്നു. ഇതിന് പരിഹാരമായിട്ടാണ് ഗ്രൂപ്പ് ഫാമിംഗ് സമ്പ്രദായം ആരംഭിച്ചത്. ഇതിലൂടെ പാടശേഖരങ്ങൾ ഒന്നാകെ ഒരു നിരപ്പാക്കി ഒരേ ഇനം വിത്ത് വിതയ്ക്കുകയും ഒരേ സമയം വള കീടനാശിനി പ്രയോഗങ്ങൾ നടത്തുവാനും സാധിച്ചിരുന്നു. ഒരു പാടശേഖരത്തിൽ കർഷകർ ഒന്നാകെ ചേർന്നാണ് പുറംബണ്ട് ബലപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ വീണ്ടും പാടശേഖരങ്ങളിൽ കൂട്ടായ്മകൾ നഷ്ടപ്പെട്ട പല തട്ടിലാണ് കൃഷി ഇറക്കുന്നത്. വിത എന്നിറക്കുമെന്ന് സമീപത്തെ കർഷകന് പോലും അറിയുവാൻ സാധിക്കുന്നില്ല. നിലമൊരുക്കലും വളമിടിയിലും കീടനാശിനി പ്രയോഗവും വ്യത്യസ്ത തരത്തിലാണ്. ഒരു കർഷകൻ വളം ഇടുമ്പോൾ സമീപത്തെ കർഷകൻ കീടനാശിനി പ്രയോഗിക്കും. ഇങ്ങനെ വരുമ്പോൾ ആ പാടത്തു നിന്നും അടുത്ത പാടത്തേക്ക് കീടങ്ങൾ ചേക്കേറും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. മുൻകാലങ്ങളിൽ വിത്തിന്റെ കാര്യത്തിലെങ്കിലും ഏകോപനമുണ്ടായിരുന്നു. സർക്കാർ ഏജൻസികൾ വിത്ത് വിതരണം ചെയ്തിരുന്നതിനാലാണ് ഇത്. എന്നാൽ സർക്കാർ ഏജൻസികളിലുള്ള വിശ്വാസവും കർഷകർക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിത്ത് യഥാസമയം മുളയ്ക്കാത്തതിനെ തുടർന്ന് പല കർഷകരും സ്വന്തമായി വിത്ത് വാങ്ങിയാണ് ഇത്തവണ വിതച്ചത്. കുട്ടനാട് പാക്കേജിലൂടെ പുറംബണ്ട് കല്ലുകെട്ടി സംരക്ഷിക്കുവാനുള്ള പദ്ധതി വന്നതോടെ പുറംബണ്ട് സംരക്ഷണത്തിൽ നിന്ന് കർഷകർ പിന്മാറി. എന്നാൽ കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ പുറംബണ്ട് നിർമ്മാണം നടക്കുന്നുമില്ല. കർഷകർ സ്വന്തമായി ചെയ്യുന്നുമില്ല എന്നതാണ് അവസ്ഥ. കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും മടവീഴ്ചയും നിമിത്തം വർഷകാലത്ത് മടവീഴ്ച ഭീഷണി നിലനിൽക്കുകയാണ്. പുറംബണ്ടിന്റെ ബലക്ഷയം മൂലം ഉറവ് വെള്ളമാണ് മറ്റൊരു പ്രശ്നം. പാടശേഖരത്ത് നിന്ന് വെള്ളം പൂർണ്ണമായി ഒഴുക്കിക്കളയുവാനും സാധിക്കുന്നില്ല. കുട്ടനാടിനെ 3 ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗത്തും ഒരേ സമയം കൃഷി ഇറക്കിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് KCV. ഒഴിവുകൾ നികത്തുകയും PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണമെന്നാവശ്യപ്പെട്ട് നഴ്സിംഗ് ഉദ്യോഗാർത്ഥികളായ റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിൽ. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ആലപ്പുഴ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നിരവധി ഒഴിവുകൾ നിലനിൽക്കുമ്പോഴും നിയമനം നടത്തുന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണെന്ന് സമരക്കാർ ആരോപിച്ചു. ഞങ്ങൾ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ ലിസ്റ്റ് നിലവിൽ വന്നത് മാർച്ച് 25-ാം തീയതിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ DHSന് കീഴിലുള്ള ആലപ്പുഴ DHSന് കീഴിലുള്ള
PHC മുതൽ താലൂക്ക് ഹോസ്പിറ്റൽ വരെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ നേരിട്ട് ചെന്ന് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഞങ്ങൾ കൊടുത്ത അപേക്ഷയ്ക്ക് ഞങ്ങൾക്ക് ലഭിച്ച മറുപടി 66 വേക്കൻസി ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ 67 പ്രമോഷനും DHS കീഴിൽ ആലപ്പുഴയിൽ നിലവിലുണ്ട്. അതുപോലെ തന്നെ 48 ക്രിയേറ്റഡ് പോസ്റ്റ് പുതിയതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ PSC ലിസ്റ്റിൽപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എത്രയും പെട്ടെന്ന് നിയമനം നടത്താനുള്ള എല്ലാ നടപടികളും അധികാരികൾ എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ താലൂക്ക് ആശുപത്രികൾ വരെ നിരവധി ഒഴിവുകളുണ്ട്. ഇവ നികത്താതെ വൻതുക കോഴ വാങ്ങി താൽക്കാലിക നിയമനം നടത്തുകയാണ് ഉദ്യോഗസ്ഥർ. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ഡെപ്യൂട്ടി DMOയ്ക്ക് പരാതി നൽകി. അവധിയിലായ DMO തിരിച്ചെത്തിയാലുടൻ രേഖകൾ പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കുമെന്ന് ഡെപ്യൂട്ടി DMO ഉറപ്പു നൽകി. ഇനി രാമായണ ശീലുകളുടെ കാലം. പുരാതന കാലങ്ങളിൽ കൃഷി ഉപജീവന വൃത്തിയായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കർക്കിടക മാസം വറുതിയുടെ കാലമായിരുന്നു. മഴ തിമിർത്ത് പെയ്യുന്നതിനാൽ പുറത്തിറങ്ങാൻ സാധ്യമായിരുന്നില്ല. വർഷകാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരുന്ന ധാന്യം ഇതിനകം തീർന്നിരിക്കും. അടുത്ത കൊയ്ത്തുകാലം വരണം വീണ്ടും സമൃദ്ധിയിലെത്താൻ. കാർഷിക ജോലികളൊന്നും ചെയ്യാനുമില്ല. ആരോഗ്യ ചികിത്സകൾക്കും ആധ്യാത്മിക ചിന്തകൾക്കും ഉചിതമായ കാലമാണ് മലയാളികൾക്ക് കർക്കിടക മാസം. അതുകൊണ്ടായിരിക്കാം കർക്കിടക മാസം രാമായണ മാസമായി മലയാളികൾ ആഘോഷിക്കുന്നത്. സംസ്കൃതത്തിൽ എഴുതിയ ആദ്യ കാവ്യമാണ് രാമായണം. പൂർവാശ്രമത്തിൽ കൊള്ളക്കാരനായിരുന്ന രത്നാകരൻ സപ്തർഷികളുടെ ഉപദേശത്താൽ കഠിന തപസ് ചെയ്ത് വാത്മീകി മഹർഷിയായി മാറുകയാണ്. കപട സന്യാസികളുടെയും മഠങ്ങളുടെയും കഥ കേൾക്കുന്ന ഇന്നത്തെ കാലത്ത് വളരെ പുരാതന കാലം തൊട്ട് സത്സംഗം മൂലം യഥാർത്ഥ സന്യാസിയും മഹർഷിയുമായി മാറാൻ സാധാരണക്കാരന് പോലും കഴിയുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് വാത്മീകി മഹർഷിയുടെ ജീവിതകഥ. പല ഭാഷകളിലും രാമായണം രചിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും അടിസ്ഥാനമായി വാത്മീകി രാമായണമാണ് തിരഞ്ഞെടുത്തത്. ഇന്ന് ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ട മലയാളത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ ആധ്യാത്മ രാമായണമാണ് മലയാളികൾ അധികവും പാരായണം ചെയ്യുന്നത്. തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിൽ കേരളത്തിൽ മലയാളം സർവകലാശാല രൂപീകരിച്ചതിനു ശേഷം മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി കൈവരിച്ച പശ്ചാത്തലത്തിലാണ് ഈ വർഷം രാമായണ മാസം ആചരിക്കുന്നത് എന്നുള്ളത് ചരിത്ര സംഭവമായി മാറാൻ പോവുകയാണ്. രാമായണവും മഹാഭാരതവും ഇതിഹാസ കാവ്യങ്ങളുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. പാരമ്പര്യമായി പറഞ്ഞു കേൾക്കുന്ന തലമുറകളുടെ കഥയായിട്ടാണ് ഇതിഹാസം അറിയപ്പെടുന്നത്. ഹിന്ദുമതം അഥവാ സനാതനധർമ്മത്തിന്റെ അസ്ഥിവാരം ചതുർവേദങ്ങളാണ്. കടലാസും അച്ചടിയും കണ്ടുപിടിക്കുന്നതിനും മുമ്പ് നാരായം പോലുമില്ലാത്ത കാലത്ത് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ മനഃപ്പാഠമായിട്ടാണ് വേദാഭ്യാസം നടത്തിയിരുന്നത്. വേദമെന്നാൽ അറിവ് എന്നാണ് അർത്ഥം. വേദാന്തങ്ങളെ ഉപനിഷത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. സാധാരണക്കാരന് വേദോപനിഷത്തുകൾ വായിച്ചു മനസ്സിലാക്കുവാനുള്ള വിദ്യ ലഭിക്കാത്തതുകൊണ്ട് ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും കഥാരൂപത്തിൽ വേദോപനിഷത്ത് തത്വങ്ങൾ പഠിപ്പിക്കുകയാണ് ഗുരുഭൂതന്മാർ ചെയ്തു വന്നിരുന്നത്. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ INTUC നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC നേതൃത്വം നൽകി. മുഹമ്മദൻ സ്കൂളിന് സമീപത്തു നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് കളക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണ INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബാബു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ബഡ്ജറ്റിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിരോധ വകുപ്പ് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റ് തുക മാറ്റിവെച്ചുകൊണ്ട് അതിന് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് നിശ്ചയിച്ചിരുന്ന വേതനം വർദ്ധിപ്പിക്കണമെന്ന് INTUC ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അസീസ് പായിപ്പാട് അധ്യക്ഷനായിരുന്നു. P. തമ്പി, P. മുകുന്ദൻ, KP ഹരികുമാർ, ശ്രീവല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു. K. വിജയമ്മ, ശ്രീലത രവീന്ദ്രൻ, ബിന്ദു ഷാജി, P. സുജാത എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മുട്ടാർ നിവാസികളുടെ ആവശ്യം അധികാരികൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ അംഗം ഔസേപ്പച്ചൻ ചെറുകാട്. കത്തോലിക്ക കോൺഗ്രസ് മുട്ടാർ സെന്റ് തോമസ് ഇടവകയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലവർഷം ആരംഭിച്ചാൽ കിടങ്ങറ മുട്ടാർ നീരേറ്റുപുറം റോഡിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. താഴ്ന്ന പ്രദേശമായതിനാൽ ഏറ്റവും വേഗം വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാകുന്നു. കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം രൂക്ഷമായപ്പോൾ തന്നെ നാട്ടുകാർ കുട്ടനാട് MLAയ്ക്കും കേരള മുഖ്യമന്ത്രിക്കും റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. എന്നാൽ അധികാരികൾ ഇതൊന്നും കണ്ട ഭാവം പോലും നടിച്ചില്ല. അമിതഭാരം കയറ്റിയ ടിപ്പർ ലോറികൾ റോഡിലൂടെ കടന്നുപോകുന്നത് റോഡ് താഴുവാൻ കാരണമായതായി ഔസേപ്പച്ചൻ ചെറുകാട് പറഞ്ഞു. മുട്ടാറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതായത് ആദ്യമേ വെള്ളം എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ് മുട്ടാർ.
കാരണം കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് വലിയ വെള്ളപ്പൊക്ക നിലയിൽ 4 പ്രാവശ്യം വെള്ളം കയറിയതിനെ തുടർന്ന് മുട്ടാർ ഒറ്റപ്പെടുകയുണ്ടായി. അത് മുട്ടാർ കുമരഞ്ഞിറ പള്ളി ഭാഗവും ദീപാ ജംഗ്ഷൻ മുതൽ പഞ്ചായത്ത് പാലം വരെയുള്ള ഭാഗങ്ങൾ ഏതാണ്ട് 6 അടിയോളം വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കാരണം ഈ വെള്ളം ഇറങ്ങി പോകണമെങ്കിൽ ഏകദേശം 1.5 മാസത്തോളം കാലാവധി എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് പുറത്തോട്ട് പോകുവാനോ പുറത്തുനിന്ന് ആളുകൾക്ക് മുട്ടാറിലേക്ക് വരുവാനോ സാധിക്കുന്നില്ല. നമുക്കറിയാം, സെന്റ് തോമസ് ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതുപോലെ തന്നെ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം, അതുപോലെ തന്നെ മുട്ടാർ കൊച്ചുകൊടുങ്ങല്ലൂർ ക്ഷേത്രം, അതുപോലെ തന്നെ അടത്തുവാപ്പള്ളി പരിമല ആശുപത്രി, ഇവിടെ എല്ലാം പോകുവാനായിട്ട് 100 കണക്കിന് ആളുകളാണ് വാഹനങ്ങൾ വഴി എളുപ്പമാർഗം നിലയിൽ മുട്ടാർ വഴി നീലറ്റോർത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നത്. ജോസ് ചുങ്കപ്പുര അധ്യക്ഷനായിരുന്നു. നയനാൻ തോമസ്, ബിജു സി ആന്റണി, ബാബു ആറുപറ, മാത്തുക്കുട്ടി, ഷില്ലി അലക്സ്, അഡ്വക്കേറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇറാഖിലെ യുദ്ധഭൂമിയിൽ നിന്നും സന്തോഷ് നാട്ടിലേക്ക് എത്തുന്നു. KCV വാർത്തയെ തുടർന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഇടപെട്ടാണ് സന്തോഷിന്റെ നാട്ടിലേക്കുള്ള വരവിന് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ 4 മാസം മുമ്പാണ് സന്തോഷ് ജോലിക്കായി ഇറാഖിലെ കുർദിസ്ഥാനിലേക്ക് പോയത്. എന്നാൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതോടെ സന്തോഷ് നാട്ടിലേക്ക് മടങ്ങുവാൻ തയ്യാറെടുക്കുമ്പോൾ കമ്പനി അധികാരികൾ പാസ്പോർട്ട് പിടിച്ചുവെക്കുകയും $2400 നൽകിയാൽ നാട്ടിലേക്ക് പോകുവാനും അനുമതി നൽകിയിരുന്നു. KCV വാർത്തകളാണ് സന്തോഷിന്റെ ദുരന്തകഥ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നത്. ഇതിനെ തുടർന്ന് മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് നിരന്തരമായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് സന്തോഷിന്റെ നാട്ടിലേക്കുള്ള വഴി ഒരുങ്ങിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ സ്ഥലമുണ്ടായിട്ടും മരുന്ന് സംഭരണ കേന്ദ്രം സ്ഥാപിക്കാത്തതിനാൽ മരുന്ന് കൊണ്ടുവരുന്ന ഇനത്തിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കഴിഞ്ഞ 15 മാസത്തിനിടെ ഉണ്ടായ നഷ്ടം 67 ലക്ഷം. ആലപ്പുഴ ജില്ലയിൽ 5 ഇടങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന മരുന്ന് സംഭരണ കേന്ദ്രങ്ങൾ പത്തനംതിട്ടയിലെ കുന്നന്താനത്തെ ഒറ്റ കെട്ടിടത്തിലേക്ക് മാറ്റിയതാണ് ഈ നഷ്ടക്കണക്കിനു കാരണം. ദൂരെ കൂടുതൽ കാരണം പ്രതിദിനം ആവശ്യാനുസരണം മരുന്നെത്തിക്കുവാൻ കഴിയാത്തതിനാൽ സംഭരണ കേന്ദ്രത്തിന്റെ മാറ്റം വലിക്കുന്നത് ഏറ്റവും അധികം രോഗികളെയാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും മെഡിക്കൽ കോളേജ് ആശുപത്രിയും ഉൾപ്പെടുന്ന 94 സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്നെത്തിക്കുന്ന മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ സംഭരണ കേന്ദ്രങ്ങൾ ആലപ്പുഴയിൽ നിന്നും മാറ്റിയത് 15 ദിവസങ്ങൾക്ക് മുമ്പാണ്. ചേർത്തല, കലവൂർ KSDP, ആലപ്പുഴ ജനറൽ ആശുപത്രി, ഹരിപ്പാട് വെയർഹൌസ് എന്നിവിടങ്ങളിലാണ് മരുന്ന് സംഭരിച്ചിരുന്നത്. ആലപ്പുഴ ജില്ലയിലെ മരുന്ന് സംഭരണ കേന്ദ്രങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന മാനേജരെ മാറ്റിയ ശേഷം പത്തനംതിട്ട ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന ആൾക്ക് ആലപ്പുഴയുടെ അധിക ചുമതല നൽകിയിരുന്നു. എന്നാൽ ഇദ്ദേഹം ചുമതലയേറ്റ് കുറച്ചു നാളുകൾക്ക് ശേഷം ജനറൽ ആശുപത്രിയിലെ സംഭരണ കേന്ദ്രം ഭാഗികമായി മാത്രം പ്രവർത്തിപ്പിച്ചുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന മരുന്നുകൾ കുന്നന്താനത്തെ വെയർ ഹൌസിലേക്ക് മാറ്റി. ഈ മാറ്റത്തിനെതിരെ ആലപ്പുഴയിലെ കയറ്റിറക്കു തൊഴിലാളികൾ രംഗത്തെത്തിയെങ്കിലും പ്രതിഷേധത്തിന് യാതൊരു ഫലവും ഉണ്ടായില്ല. ജില്ലയ്ക്ക് ആവശ്യമുള്ള മരുന്നുകളുടെ 10% മാത്രമാണ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ സംഭരണ കേന്ദ്രത്തിൽ ഇപ്പോൾ സംഭരിച്ചിരിക്കുന്നത്. കുന്നന്താനത്തെ 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ശീതീകരിച്ച സംഭരണ കേന്ദ്രത്തിൽ ആലപ്പുഴ ജില്ലയ്ക്ക് ആവശ്യമുള്ള ബാക്കി മരുന്നുകളും, എന്നാൽ ഒരു ഷട്ടറിന്റെ വ്യത്യാസത്തിൽ പത്തനംതിട്ട ജില്ലയ്ക്കുള്ള മരുന്നുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സംഭരണ കേന്ദ്രം മാറ്റിയതിനാൽ ജില്ലയിൽ വള്ളികുന്നം മുതൽ അരുകുറ്റി വരെയുള്ള ആശുപത്രികളിലേക്ക് കുന്നന്താനത്തു നിന്ന് മരുന്നുകളുമായി ലോറി എത്തേണ്ടതുണ്ട്. ഇതിനായി 2 ലോറികളാണ് കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആലപ്പുഴ മെഡിക്കൽ ആശുപത്രിയിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് 11 കിലോമീറ്റർ മാത്രമുള്ളപ്പോൾ കുന്നന്താനത്തു നിന്നും 47 കിലോമീറ്റർ താണ്ടണം. അരുകുറ്റിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കുന്നന്താനത്ത് നിന്ന് 96 കിലോമീറ്റർ ഓടണം. സംഭരണ കേന്ദ്രങ്ങൾ ആലപ്പുഴ ജില്ലയിലായിരുന്ന സമയത്ത് പ്രതിമാസം കുറഞ്ഞത് 5 കോടി രൂപയുടെ മരുന്നുകൾ മെഡിക്കൽ ആശുപത്രിയിൽ എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് KCV. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന സാക്ഷരതാ മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന 10ാം തരം തുല്യതാ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 7ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ 17 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് തുടർ വിദ്യാ കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല.
ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. 21 വർഷമായി കൃഷി ചെയ്യാതെ കിടന്ന റാണി ചിത്തിര കായൽ നിലങ്ങളിൽ കൃഷി ഇറക്കാനുള്ള പ്രവൃത്തികൾ ജില്ലാ കളക്ടർ N. പത്മകുമാർ നേരിട്ടെത്തി വിലയിരുത്തി. വെള്ളം വറ്റിക്കുന്നതിനായി വൈദ്യുതി എത്തിക്കുവാൻ KSCB പോസ്റ്റുകൾ സ്ഥാപിച്ചു തുടങ്ങി. സെപ്റ്റംബറിൽ കൃഷി ഇറക്കുകയാണ് ലക്ഷ്യം. 1400 ഏക്കർ വരുന്ന റാണി ചിത്തിര കായൽ നിലങ്ങളിൽ വൈദ്യുതി എത്തിക്കാൻ സംസ്ഥാന സർക്കാർ 90.67 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ചിത്തിര കായലിൽ വൈദ്യുതി എത്തിക്കാൻ 4.4 കിലോമീറ്റർ നീളത്തിൽ 11 kV വൈദ്യുതി ലൈൻ സ്ഥാപിക്കും. 119 വൈദ്യുതി പോസ്റ്റുകളും 5 ട്രാൻസ്ഫോർമറുകളും സ്ഥാപിക്കും. റാണി കായലിൽ 2.4 കിലോമീറ്റർ നീളത്തിലാണ് 11 kV വൈദ്യുതി ലൈൻ സ്ഥാപിക്കുക. 64 വൈദ്യുതി പോസ്റ്റുകളും 4 ട്രാൻസ്ഫോർമറുകളും സ്ഥാപിക്കും. സെപ്റ്റംബർ 15-നുള്ളിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കും. KSCB പള്ളം ഡിവിഷനാണ് പ്രവൃത്തികളുടെ ചുമതല. അനധികൃത ലോട്ടറി വിൽപ്പന സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ പൊതുസ്ഥലങ്ങളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുമെന്ന് ജില്ലാ കളക്ടർ N. പത്മകുമാർ. കളക്ടറേറ്റിൽ നടന്ന അനധികൃത ലോട്ടറി നിരീക്ഷണ ജില്ലാതല സമിതിയുടെ പ്രത്യേക യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിൽ NCC സൈനിക ക്ഷേമ വകുപ്പിൽ LD ടൈപ്പിസ്റ്റ് വിമുക്ത ഭടന്മാർക്ക് മാത്രമായുള്ള തെരഞ്ഞെടുപ്പിലേക്കായി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ 23-ന് ജില്ലാ PSC ഓഫീസിൽ ഇന്റർവ്യൂ നടത്തും. ഉദ്യോഗാർത്ഥികൾക്ക് വ്യക്തിഗത അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂലൈ 18 വരെ അറിയിപ്പ് ലഭിക്കാത്തവർ ജില്ലാ PSC ഓഫീസുമായി ബന്ധപ്പെടണം. കേരള മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ സിറ്റിംഗ് ജൂലൈ 18-ന് രാവിലെ 10:30-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തും. ജില്ലയിലെ അപേക്ഷകൾ പരിഗണിക്കുന്ന സിറ്റിംഗിൽ ഹാജരാകേണ്ടവർക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നോട്ടീസ് ലഭിച്ചവർ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ സഹിതം ഹാജരാകണം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ചെങ്ങന്നൂർ ബുധനൂരിൽ നാടൻ കലാമേള സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 29, 30 തീയതികളിലാണ് കലാമേള. നാടൻ കലകളുടെ അവതരണം, ശില്പശാല, സെമിനാറുകൾ, എക്സിബിഷൻ എന്നിവ നടക്കും. നാടൻ കലകളിൽ താൽപര്യമുള്ള 18-നും 40-നും മധ്യേ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0477 223 9736 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സർക്കാർ സ്ഥാപനമായ CDT നടപ്പാക്കുന്ന സൈബർ ശ്രീ സെന്ററിൽ 3D ആനിമേഷൻ ആൻഡ് വിഷ്വൽ ഇഫക്റ്റിംഗ് പരിശീലനത്തിന് ഒഴിവുള്ള സീറ്റിലേക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രവേശനം നൽകുന്നു. താൽപര്യമുള്ളവർ ജൂലൈ 19-ന് രാവിലെ 10-ന് വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. ആലപ്പുഴ ജില്ലയിൽ ആയുധ ലൈസൻസ് ഉള്ളവർ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ നിശ്ചിത മാതൃകയിൽ 1 മാസത്തിനകം സമർപ്പിക്കണമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. നിശ്ചിത മാതൃക കളക്ടറേറ്റിലും www.alappuzha.nic.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ദേശീയ തലത്തിൽ ആയുധ ലൈസൻസിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആലപ്പുഴ പുഞ്ച സ്പെഷ്യൽ ഓഫീസിൽ 2014 ഏപ്രിൽ 1 മുതൽ ജൂൺ 11 വരെ ന്യൂനതയില്ലാതെ B-ഫോറം സമർപ്പിച്ച പമ്പിംഗ് കരാറുകാർക്ക് പമ്പിംഗ് സബ്സിഡി ബില്ലുകൾ ജൂലൈ 17, 18 തീയതികളിൽ നൽകും. അർഹരായവർ തിരിച്ചറിയൽ കാർഡുമായി എത്തി ബില്ല് കൈപ്പറ്റണമെന്ന് പുഞ്ച സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു.
വിശദമായ പട്ടിക ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് നോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റലിലേക്ക് 2014-15 വർഷത്തേക്ക് പാചകക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നു. പ്രായം 45 വയസ്സിൽ കവിയരുത്. താൽപര്യമുള്ളവർ അപേക്ഷ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയുടെ സർട്ടിഫിക്കറ്റ് സഹിതം ജൂലൈ 31 രാവിലെ 11 സ്കൂളിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ 2014-15 NCVT SCVT ഒന്നാംഘട്ട സെലക്ഷൻ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ പേരുള്ളവർ ജൂലൈ 17-18 തീയതികളിൽ രാവിലെ 10 നടക്കുന്ന ഇന്റർവ്യൂവിന് ബന്ധപ്പെട്ട രേഖകളുമായി ഹാജരാകണം. മഴ കനത്തതോടെ കടലാക്രമണം രൂക്ഷമായി. ആശങ്കയുടെ മുൾമുനയിൽ തീരദേശവാസികൾ. അധികൃതരുടെ ഉറപ്പ് പാഴായതുമൂലം നിരവധി കുടുംബങ്ങളാണ് പെരുവഴിയിൽ ആയിരിക്കുന്നത്. അമ്പലപ്പുഴ നീർക്കുന്നം ഭാഗങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കടലാക്രമണം ശക്തമായി തുടരുകയാണ്. വണ്ടാനം പ്രദേശത്തെ കടൽഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഈ പ്രദേശത്തെ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് 10 കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസം വണ്ടാനം ശിശുവിഹാറിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മാധവൻമുക്ക് പ്രദേശത്ത് 250 മീറ്ററോളം സ്ഥലത്ത് കടൽഭിത്തി ഇല്ലാത്തതാണ് ഇവിടെ സ്ഥിതി ഇത്രയേറെ രൂക്ഷമാകാൻ കാരണം. തിരമാല കരയിലേക്ക് ആഞ്ഞടിക്കുന്നത് മൂലം തീരദേശ മേഖലയിലെ നിരവധി കുടുംബങ്ങളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. ഇവിടെ കടൽഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി പരാതികളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ അധികാരികൾ ഇതൊന്നും കണ്ട ഭാവം പോലും നടിച്ചില്ല എന്നതാണ് സത്യം. നിലവിലുള്ള കടൽഭിത്തി അറ്റകുറ്റപ്പണി നടത്തി ഉയരം വർദ്ധിപ്പിക്കണമെന്ന നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യത്തെയും അധികാരികൾ ചെവിക്കൊണ്ടിട്ടില്ല. എന്നാൽ പുതിയ കടൽഭിത്തി നിർമ്മിക്കുവാനും നിലവിലുള്ളവയുടെ അറ്റകുറ്റപ്പണിക്കും പണമില്ലെന്ന മറുപടിയാണ് ജലസേചന വകുപ്പിന്റേത്. കടലാക്രമണം ശക്തമാകുമ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനായി ഏതാനും ലോഡ് കല്ലിറക്കാറുണ്ട്. അതേസമയം കല്ലിറക്കുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം കാണുവാൻ അധികൃതർ നാളിതുവരെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. കടലാക്രമണം ശക്തമാകുമ്പോൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കാറുള്ളത്. കടൽ ശാന്തമാകുന്ന സമയത്ത് കടൽഭിത്തിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ കടലാക്രമണ സമയത്ത് കടുത്ത നാശനഷ്ടം ഒഴിവാക്കാൻ കഴിയും. മാധവൻമുക്ക് ഭാഗത്ത് 40ഓളം വീടുകൾ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. കടലാക്രമണ ബാധിത പ്രദേശത്ത് 500 മീറ്ററും മറ്റു പഞ്ചായത്തിന്റെ തീരദേശങ്ങളിൽ ആവശ്യമുള്ളിടത്തും അടിയന്തരമായി കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ഡെസ്ക് KCV. വിമുക്ത ഭടന്മാരുടെ മക്കളിൽ നിന്നും 2014 വർഷം SSLC, CBSE, ICSE 2014 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ഓ A1ഓ ലഭിച്ചവർ ക്യാഷ് അവാർഡിന് ഓഗസ്റ്റ് 8 അതാത് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകണം. ഹിന്ദി B.Ed കോഴ്സിന് തുല്യമായ ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിന്റെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെ ഹിന്ദി ബിരുദം, ബിരുദാനന്തര ബിരുദം, സാഹിത്യാചാര്യ അല്ലെങ്കിൽ പ്രവീൺ ജയിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് വയസ്സിലും മാർക്കിലും ഇളവ് അനുവദിക്കും. അപേക്ഷാ ഫോറം www.bhpkhindi.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഉപഭോക്താക്കൾക്കുള്ള സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി BSNL ആലപ്പുഴയിൽ 12 കസ്റ്റമർ കെയർ സർവീസുകൾ കൂടി ആരംഭിക്കുമെന്ന് ജനറൽ മാനേജർ സതീഷ് റാം അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക മുമ്പ് വർഷത്തെക്കാളും ഏകദേശം 21% കൂടുതൽ വരുമാനം 2012-13 ബ്രോഡ്ബാൻഡ് സെഗ്മെന്റിലുണ്ടായി. മൊബൈൽ കണക്ഷനിൽ ഏകദേശം 60,000-ഓളം കണക്ഷനുകൾ നൽകാൻ പറ്റി. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി മൊത്തം കേരള സർക്കിളിൻ്റെ ഏകദേശം 6 ലക്ഷത്തോളം വരിക്കാർ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിയോടെ ലഭിച്ചു. അധികമായിട്ട് ആലപ്പുഴ ജില്ലയിൽ ഏകദേശം 38,000 കണക്ഷനുകളാണ് നമ്മൾ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിയോടെ നെറ്റായിട്ട് ലഭിച്ചത്. അതായത് 50,000 പേര് പോർട്ടിൻ ചെയ്തു, കുറച്ച് പേർ പോർട്ട് ഔട്ട് ചെയ്തു. അപ്പോൾ നെറ്റ് 38,178 കണക്ഷൻ ലഭിച്ചു. ഇത് കൂടാതെ നമ്മുടെ ലാൻഡ് ലൈൻ ബ്രോഡ്ബാൻഡ് കൂടാതെ തന്നെ വയർലെസ് സർവീസ് ഉണ്ട് ബ്രോഡ്ബാൻഡിൽ, അതാണ് വൈമാക്സ് സർവീസ്. അപ്പോൾ ഈ വൈമാക്സ് സർവീസിലൂടെ നമുക്ക് ഏകദേശം 984 കണക്ഷനുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ ഒരു പോപ്പുലർ സർവീസാണ് വൈമാക്സ്. ഏകദേശം 7 മെഗാബിറ്റ്സ് ഓളം സ്പീഡ് ഈ വൈമാക്സിലൂടെ ലഭ്യമാണ്. അപ്പോൾ ഹൈ ഡേറ്റ ഉപയോഗിക്കുന്നവർ ഈ വൈമാക്സ് സർവീസ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആലപ്പുഴ സർക്കിളിൽ നിന്നുള്ള വരുമാനം 133.5 കോടി രൂപയായി വർദ്ധിച്ചതായും ജനറൽ മാനേജർ പറഞ്ഞു. നിലവിൽ 19 കസ്റ്റമർ കെയർ സർവീസുകളാണ് ആലപ്പുഴയിലുള്ളത്. ഇതുകൂടാതെയാണ് 12 കേന്ദ്രങ്ങൾ കൂടി തുടങ്ങുന്നത്. വാർത്താസമ്മേളനത്തിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ K. സുധീർ, TV. മാത്യു എന്നിവരും പങ്കെടുത്തു. പത്തനംതിട്ട സബ് ട്രഷറിയിൽ നിന്നും
പോസ്റ്റ് ഓഫീസ് വഴി പെൻഷൻ വാങ്ങുന്ന പെൻഷൻകാർ ഉൾപ്പെടെ എല്ലാ പെൻഷൻകാരും ജൂലൈ 25 മുമ്പ് മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി ട്രഷറിയിൽ ഹാജരാവുകയോ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയോ ചെയ്യണമെന്ന് സബ് ട്രഷറി ഓഫീസർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യവസായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട നഗരസഭയിൽ വ്യവസായ സെമിനാർ സംഘടിപ്പിക്കും. ജൂലൈ 17 രാവിലെ 10 മുനിസിപ്പൽ ടൗൺ ഹാളിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വൈസ് ചെയർപേഴ്സൺ ആനി സജി അധ്യക്ഷത വഹിക്കും. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ രാജേഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. അനാരോഗ്യം ബാധിച്ച് നിരാശ്രയരായി തെരുവുകളിൽ അലഞ്ഞുതിരിയുന്നവരെയും രോഗം ഭേദമായതിനു ശേഷം ആരും സ്വീകരിക്കാനില്ലാതെ ആശുപത്രിയിൽ കഴിയാൻ നിർബന്ധിതരായവരെയും ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിന് സന്നദ്ധ സംഘടനകൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നു. താൽപര്യമുള്ള സംഘടനകൾ, സ്ഥാപനങ്ങൾ പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടണം. വെളിയനാട് കുന്നുമ്മ വില്ലേജുകളിൽപ്പെട്ട പടിഞ്ഞാറെ വെള്ളിസ്രാക്കൽ പാടശേഖരത്തിന്റെ പൊതുയോഗം 18-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 വെളിയനാട് സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 2014-2015 വാർഷിക പദ്ധതിയിലെ വ്യക്തിഗത ആനുകൂല്യത്തിനുള്ള അപേക്ഷാ ഫോറം ജൂലൈ 17-ാം തീയതി മുതൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം ജൂലൈ 31-ാം തീയതി വരെ പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഐക്യമത്യം മഹാബലം അരങ്ങൊഴിയുന്നു. കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ ഗ്രൂപ്പ് ഫാമിംഗിന്റെ താളം തെറ്റുന്നത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാവും. നിയമനം ആവശ്യപ്പെട്ട ഭൂമിയിലെ മാലാഖമാർ. PSC നിയമനം ആവശ്യപ്പെട്ട സമരത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നഴ്സുമാരാണ് DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാം വിദ്ധിം ജനകാത്മജ രാമം വിദ്ധിം ദശരഥ അയോധ്യ അടവിം വിദ്ധി. മലയാളികൾ രാമായണ മാസാചരണത്തിലേക്ക്. തൊഴിലുറപ്പെന്ന കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ്. INTUC നേതൃത്വത്തിൽ തൊഴിലാളികൾ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.